എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ഉമാമഹേശ്വരൻ ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് 39ാമത്തെ ശ്ലോകവും അതിൻ്റെ അർത്ഥവുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഹരേ ഗുരുവായൂരപ്പ നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ. ഞാനെന്ന് ഈശ്വരനിതെന്നും പിളർന്നളവു ജ്ഞാനദ്വയങ്ങൾ പലതുണ്ടായതിന്നുമിക മോഹം നിമിത്തമത് പോകും പ്രകാരമതി ചേതസ്സിലാകമമ നാരായണായ നമ. ഞാൻ വേറെയാണെന്നും ഈശ്വരൻ വേറെയാണെന്നുമുള്ള ഭേദബുദ്ധി വർദ്ധിച്ചതോടെ ഞാൻ വേറെ, ഈശ്വരൻ വേറെ, ജഗത്ത് വേറെ, കാണപ്പെടുന്ന ഓരോന്നും വേറെ വേറെ എന്നിങ്ങനെയുള്ള ഭാവനകൾ അനേകം തോന്നിയതിനു കാരണം അജ്ഞാനം മാത്രമാണ്. ഈ അജ്ഞാനം നീങ്ങാനുള്ള ഉപായം എൻ്റെ ഉള്ളിൽ തെളിയാനിട വരണം. നാരായണന് നമസ്കാരം. അപ്പോൾ ഞാനെന്നും ഈശ്വരനിതെന്നും വളർന്നളവു ജ്ഞാനദ്വയങ്ങൾ രണ്ട് തരത്തിലുള്ള ജ്ഞാനം, അത് അജ്ഞാനം കൊണ്ടാണ് ഈ രണ്ട് തരത്തിലുള്ള ജ്ഞാനദ്വയങ്ങൾ ഇവിടെ പലതായി വർദ്ധിച്ചു വന്നത്. എന്തോന്നാണത്? ഒന്ന് ഞാൻ വേറെയാണ്. അപ്പം നമ്മൾ മുമ്പത്തെ പോയങ്ങളിലൊക്കെ പറയുന്നുണ്ട്, 8ാമത്തെ പോയത്തിലും 13ാമത്തെ പോയത്തിലൊക്കെ പറയുന്നുണ്ട് ഇതിനെക്കുറിച്ച്. അത് കഴിഞ്ഞു പോയ ശ്ലോകങ്ങളിൽ ഒന്നുകൂടെ അതിനെക്കുറിച്ച് പറയാം. അപ്പം ഞാൻ വേറെ, ഈശ്വരൻ വേറെ, ഈ പ്രകൃതി വേറെ എന്നിങ്ങനെയുള്ള നമ്മളുടെ അജ്ഞാനം കൊണ്ട് മാത്രമാണ് നമുക്ക് ഈ ഭേദബുദ്ധി ഉണ്ടായതും. എന്താണ് ഈശ്വരനെ ഈശ്വരൻ താനും തമ്മിലുള്ള ചിന്തിക്കുമ്പോൾ എന്തുകൊണ്ട് ഭ്രമം ഉണ്ടാകുന്നു? ഇത് എങ്ങനെയാണ് എന്നുള്ള ഒരു ഭയം അല്ലേ? നമ്മൾ ഒന്നായ നിന്നയിക രണ്ടെന്ന് കണ്ടളവിലുണ്ടായ ഇണ്ടൽ വെച്ചാൽ വിഷമം, ഭ്രമം, ഒരു സംശയം. ഇണ്ടലിനെ സംശയം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈശ്വരൻ വേറെ, ഞാൻ വേറെ എന്നിങ്ങനെ ഇവിടെ നമുക്ക് ഇങ്ങനെ തോന്നുകയാണ്. അത് അതിന് ഭ്രമമാണെന്നാണ് ഇവിടെ പറയുന്നത്. രണ്ടെന്നുള്ള ഒരു അറിവാണ് നമുക്ക്. ഇവിടെ ഒന്നേ ഉള്ളൂ എന്നുള്ളതാണ് നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ട് വരുന്നത് അല്ലേ? ആ ഏകാന്ത ഭക്തി കിട്ടാനാണ് നമ്മളിവിടെ പരിശീലനങ്ങൾ ചെയ്യുന്നതും നമ്മൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്നതും പുസ്തകങ്ങൾ വായിക്കുന്നതും നാമസങ്കീർത്തനം ചെയ്യുന്നതും നമ്മൾ ഭാഗവത കഥകളൊക്കെ കേൾക്കുന്നതൊക്കെ എല്ലാം എന്തിനാണ്? ഇവിടെ ഈശ്വരൻ ഒന്നേ ഉള്ളൂ. അങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് യാതൊരുവിധ സംശയങ്ങളും ഇല്ല. അത് നമ്മൾ ഈ പ്രപഞ്ചം കിടക്കുന്നതുകൊണ്ട്, ഈ പ്രകൃതി കിടക്കുന്നതുകൊണ്ട് മായ കാട്ടുകയാണ് പ്രകൃതി. അപ്പോഴാണ് നമുക്ക് സംശയം ഉണ്ടാകുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. എന്താണ്? ഞാൻ വേറെയാണ്. അപ്പോൾ ഞാൻ, നീ, അല്ലെങ്കിൽ അത് അപ്പോൾ ഈ ഭേദബുദ്ധിയാണ് ജ്ഞാനദ്വയം എന്ന് പറയുന്നത്. രണ്ട് രീതിയിലുള്ള അറിവ്, ഒന്ന് ഈശ്വരൻ, ഒന്ന് താൻ, ഈ പ്രകൃതി, ഇങ്ങനെ എല്ലാം പലതാണെന്ന് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്നു. അതുകൊണ്ട് പറയാണ്, ആ അജ്ഞാനം കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഈ ഭേദബുദ്ധിയിലേക്ക് പോകുന്നത്. അതിൻ്റെ ഉപായം നമുക്ക് എന്താണ്? ആ അജ്ഞാനം മാറ്റാനുള്ള ഉപായം എന്താണ്? ഈ രണ്ടെന്നുള്ള ആ ചിന്ത നമ്മളെന്ന് മാറ്റാനുള്ള ഉപായം ഹരിനാരായണനായിക്കൊണ്ട് നമുക്ക് അരുളിത്തരണമേ എന്നാണ് ഇവിടെ ആചാര്യൻ പറയുന്നത്. അത് തെളിഞ്ഞു വരണം. നമുക്ക് എന്താണ് സത്യം എന്നുള്ളത് തെളിഞ്ഞു വരണം. അതിനിവിടെ വസ്തുബോധം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതാണ് നമ്മൾ 8ാമത്തെ പോയത്തിലും 13ാമത്തെ പോയത്തിലും അതായത് ഞാൻ ഓരോ നേട്ടത്തിലും ബാക്കിൽ അത് നോക്കാവുന്നതാണ്. പിന്നെ ദ്വൈതം, ഭ്രമം. രണ്ടെന്ന് ചിന്തിക്കുന്നത് എപ്പോഴും നമുക്ക് എന്താണ്? ഭ്രമമാണ് അല്ലേ? ഒരു ഭയമാണ്. അദ്വൈതം എന്ന് പറയുന്നത് സത്യം. അത് ഒന്നേ ഉള്ളൂ. സത്യം നമുക്കിവിടെ ഒന്നല്ലേ ഉള്ളൂ. സത്യം സത്യമാണ്. പിന്നെ അവിടെ വേറെ യാതൊന്നും ഇല്ല. സത്യത്തിന് വേണ്ടിയാണ് ഇവിടെ എല്ലാവരും പോരാടുന്നത് അല്ലേ? ധർമ്മം, അധർമ്മം. ധർമ്മത്തിന് മറ്റൊരു പേരാണ് സത്യം. ഈ സത്യം എന്ന് പറയുന്നത് എന്താണ്? ഈശ്വരനാണ്. അത് ഒന്നേ ഉള്ളൂ. അതിനു വേണ്ടിയാണ് നമ്മളിവിടെ നിരന്തരമായ എന്തൊക്കെ പരിജ്ഞാനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് ഏതാണെന്നൊക്കെ കണ്ടുപിടിക്കാനുള്ള അത് കണ്ടുപിടിച്ചവരാണ് നമ്മുടെ യോഗീശ്വരന്മാർ, മുനീന്ദ്രന്മാർ, നമ്മുടെ തലമുറയായിട്ടുള്ള ഗുരുനാഥന്മാർ. അവരെല്ലാം ഇത് ഒന്നാണ്, താനും ഈശ്വരൻ രണ്ടല്ല എന്നും അത് ഒന്നാണെന്നും കണ്ടുപിടിച്ചവരാണ്. അതുകൊണ്ട് അവരാൽ അറിയപ്പെടുന്നതാണ് നമ്മളിതൊക്കെ. അവരിൽ നിന്നാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് ദ്വൈതം, ഭ്രമം, അദ്വൈതം, സത്യം. വസ്തു ഒന്നേ ഉള്ളൂ. സത്യസ്വരൂപനായ പരബ്രഹ്മ സ്വരൂപമാണ് ഈ വസ്തു. അത് ഒന്നേ ഉള്ളൂ. അതിൽ രണ്ടിൻ്റെ തോന്നലുണ്ടായത് വെറും ഭ്രമമാണ്. ഈശ്വരൻ വേറെയാണ്, ജീവാത്മാവ് വേറെയാണ്. നമുക്ക് രണ്ട് തരത്തിൽ തോന്നിയതാണ്. നമ്മൾ ഈ ജീവാത്മാവ് വന്നതുകൊണ്ടാണ് ഈ ഭ്രമം ഉണ്ടായത്. നമ്മളെല്ലാം ഈശ്വരനിലുള്ളതായിരുന്നു. യുഗങ്ങളോളം ഭഗവാൻ ഇങ്ങനെ യുഗാന്തരം ഇങ്ങനെ ഓരോ അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. യുഗം മാറി മാറി വരുന്നതനുസരിച്ച് നമ്മൾ
കർമ്മഗതിക്കനുസരിച്ച് ജന്മങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ജന്മങ്ങൾ എടുത്തപ്പോഴാണ് നമ്മൾ പ്രകൃതിയും ഈശ്വരനുമായിട്ട് രണ്ടായിട്ട് മാറിയപ്പോഴാണ് നമുക്കിവിടെ ഭ്രമം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് നമുക്ക് രണ്ടെന്നുള്ളൊരു തോന്നൽ ഇവിടെ വന്നു തുടങ്ങിയത്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ജീവനും ഈശ്വരനും വേറെ, ജീവനും ജഗത്തും വേറെ, ഈശ്വരനും ജഗത്തും വേറെ, ജീവന്മാർ ഓരോന്നും വേറെ, ജഗൽ ദൃശ്യങ്ങൾ ഓരോന്നും വേറെ. ഇവയാണ് പ്രധാനപ്പെട്ട ദ്വൈതഭാവങ്ങൾ. മനസ്സിലാകുന്നുണ്ടോ? അതായത് ജീവൻ, ഈശ്വരൻ, നമ്മൾ, ഈശ്വരൻ താനും, അത് രണ്ടും വേറെയാണ്. ഇനി ഈശ്വരനും ജഗത്തും വേറെയാണ്. ഈ ജഗത്ത് എന്ന് പറഞ്ഞാൽ പ്രകൃതി, ഈശ്വരനും പ്രകൃതിയും വേറെയാണ്. പിന്നെ അത് പറയുന്നത് പ്രകൃതിയും ജഗത്തും ജഗത്തും ജീവന്മാരും വേറെയാണ്. പിന്നെ ജീവന്മാർ ഓരോന്നും വേറെയാണ്. ഇങ്ങനെയുള്ള ചിന്തയാണ് എന്തുവാണ് ഈ ദ്വൈത ഭ്രമം എന്ന് പറയുന്നത്. അപ്പം ഈ പ്രപഞ്ചത്തിൽ നമ്മൾ എല്ലാം ഒന്നായിട്ട് കാണാനുള്ള ഇത് നമുക്ക് കിട്ടുന്നില്ല. കാരണം പ്രപഞ്ച ഭൗതികമായ പ്രകൃതിദത്തമായ ഗുണങ്ങളാൽ നമ്മൾ നിർമ്മിച്ചത് കാരണം 3 ഗുണങ്ങളുണ്ടല്ലോ. ഇത് എപ്പോഴും ഞാൻ പറയാം, അത് എപ്പോഴും നമുക്കിങ്ങനെ പിന്തുടരേണ്ട ഒരു കാര്യമാണ്. ഇത് രജോ തമോ സാത്വിക ഗുണം. ഈ 3 ഗുണങ്ങളാണ് നമ്മളെ ഈ വെവ്വേറെ എന്നുള്ള ഒരു ഈശ്വരനും താനും തമ്മിൽ രണ്ടെന്ന് കാണിക്കുന്നത്. അതെന്താണ്? ഭഗവാന്റെ യോഗമായ തന്നെയാണ് ഈ 3 ഗുണങ്ങളാൽ ഇവിടെ പ്രകൃതിയായിട്ട് നിൽക്കുന്നത്. ഇതൊക്കെ നമുക്ക് മനസ്സിലായാൽ മാത്രമേ ഇതെന്ത് പറഞ്ഞാലും നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഈശ്വരൻ പരബ്രഹ്മത്തിൽ നിന്ന് ഉണ്ടായതാണ്, പരബ്രഹ്മത്തിന്റെ യോഗമായയിൽ നിന്നുണ്ടായതാണ് ഈ പ്രകൃതി എന്ന് ആദ്യം മനസ്സിലാക്കുന്നതാണ് ഏറ്റവും ആദ്യത്തെ മനസ്സിലാക്കേണ്ടത്. ആ പ്രകൃതിയിൽ എന്താ 3 ഗുണങ്ങളാലെ പറയുന്നുണ്ട്. 3 ഗുണങ്ങൾ, അതാണ് നമ്മൾ രജോ തമോ സാത്വിക ഗുണം. ഈ 3 ഗുണങ്ങൾ പ്രകൃതി ഗുണങ്ങളാണ്. ഈ പ്രകൃതി ഗുണങ്ങളാണ് നമ്മളെ എന്താക്കുന്നത്? അഷ്ടരാഹങ്ങളും നമ്മളെ അഹങ്കാരങ്ങളും മിഥ്യാധാരണകളും ഇതൊക്കെ നമ്മളിൽ വളർത്തുന്നത്. ആ അഹങ്കാരം വരുമ്പോഴാണ് താനെന്ന അഹങ്കാരഭാവമാണ്, ഞാൻ വേറെ എന്നുള്ള ഭാവം വരുന്നത്. ഇതിൽ നിന്നാണ് എന്താണ് അഹങ്കാരം ഉദിച്ച് ഈ സമസ്തത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ നിന്ന് എന്താവുന്നു? നമ്മളിൽ ഭക്തി എന്നുള്ള വികാരം ഉണ്ടാകുന്നില്ല. അഹങ്കാരം ഉദിച്ചു കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവുന്നില്ല? ഈശ്വരൻ എന്ന് പറഞ്ഞ ആ ഒരു ഇത് ഉണ്ടാകാൻ, ഈശ്വരാധീനം എന്ന് പറയുന്നൊരു സംഭവമേ ഇവിടെ ഉണ്ടാകില്ല. അതാണ് ഈ അഹങ്കാരം എന്ന് പറഞ്ഞത്. അത് പ്രകൃതിദത്തമായ അഹങ്കാരം. അത് പ്രകൃതി അഹങ്കാരം എന്ന് പറയുന്നതും എന്താണ്? പിന്നെ നമ്മൾ പറയുന്നത് എന്താണ്? തത്വം പറയുന്നുണ്ട്. 8ാമത്തെ പോയത്തിൽ പറയുന്ന തത്വങ്ങൾ ഇതൊക്കെയാണ്. ഈ പ്രകൃതി തത്വങ്ങൾ 96 തത്വങ്ങൾ ആചാര്യൻ നമുക്ക് കഴിഞ്ഞ ആ 8ാമത്തെ പോയത്തിൽ നമുക്ക് പറയുന്നു. ഈ തത്വങ്ങളും ഈ ഗുണങ്ങളും ഒക്കെ ചേർന്നാണ് ഭഗവാൻ പ്രകൃതി. അപ്പൊ ആ പ്രകൃതിയും ഭഗവാനും ഇതെല്ലാം ഒന്നാണ്. അതിൽ നിന്നുണ്ടായതാണ് ഈ പ്രകൃതി. ആ പ്രകൃതിയിൽ നിന്നുണ്ടായതാണ് നമ്മൾ. ഇന്നൊക്കെയുള്ള നമ്മുടെ ആ ജ്ഞാനം നമുക്ക് വളരണം. ആ ജ്ഞാനം വന്നാൽ മാത്രമേ നമുക്ക് എന്താവുള്ളൂ? ഈ ഭ്രമം നമുക്ക് മാറുള്ളൂ. അതാണ് ഇവിടെ ആചാര്യൻ നമ്മെ പറഞ്ഞ് പഠിപ്പിക്കുന്നത്. അദ്വയം എന്ന് പറയുന്നത് ഒന്നാണ്. അപ്പോൾ അദ്വയം എന്ന് പറയുന്നത് ദ്വൈതം 2, അദ്വൈതം എന്ന് പറയുന്നത് ഒന്നാണ്. അതിവിടെ അദ്വൈതം എന്നുള്ള ഒരു വസ്തുത മാത്രമേ നിലനിൽപ്പുള്ളൂ. അത് നമ്മൾ അറിയുന്നത് എങ്ങനെയാണ്? നമ്മൾ നമ്മുടെ ഈ ആചാര്യപദത്തിൽ എന്ന് മനസ്സിലാക്കി നമ്മൾ താനും ഈശ്വരന് ഒന്നാണെന്ന് അറിയുന്ന പരബ്രഹ്മ തത്വം, ഈ തത്വങ്ങളൊക്കെ നമ്മൾ ഈ പുസ്തകങ്ങളിൽ നിന്ന്, ഇങ്ങനെയുള്ള വേദപുസ്തകങ്ങളിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിനെല്ലാത്തിനും ഈ അഹങ്കാരവും ഈ എല്ലാ ഗുണങ്ങളും പ്രകൃതിയിലുണ്ട്. പ്രകൃതിയുടെ അഹങ്കാരങ്ങൾ നമ്മൾ കാണുന്നില്ലേ? എന്താണ്? പ്രളയം, കൊടുങ്കാറ്റ്, അഗ്നി, തീമഴ, ഇങ്ങനെയൊക്കെ നമ്മൾ പലതും കാണുന്നില്ലേ? അതൊക്കെ പ്രകൃതിയാകുന്ന അഹങ്കാരമാണ്. ഇത് മനുഷ്യരിലും ഉണ്ട്. അതാണ് ആ അഹങ്കാരങ്ങളാണ് എന്താണ് പല പല പ്രസ്ഥാനങ്ങളിലും പല പല കുടുംബങ്ങളിലും ഒക്കെ വളരെ വളരെ വിപത്തുണ്ടാക്കുന്ന ആ അഹങ്കാരം. അത് മനുഷ്യരിൽ അന്ന് എന്തുകൊണ്ടാണ് ഉണ്ടായത്? പ്രകൃതിദത്തമായിട്ടാണ് അത് ഉണ്ടായത്. അപ്പോൾ ആ പ്രകൃതിദത്തമായ നമ്മുടെ ഈ അഷ്ടരാഗങ്ങൾ മാറിയാൽ മാത്രമേ നമുക്ക് എന്താവാൻ പറ്റുള്ളൂ? ഈശ്വര തത്വം, പരബ്രഹ്മ തത്വം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അതാണ് ഇവിടെ പറയുന്നത്. ഈ ഭാവനകളാണ് നമ്മൾക്ക് കാരണം. പ്രകൃതി വേറെ, ജഗത്ത് വേറെ, ജീവന്മാർ വേറെ, ഈശ്വരൻ വേറെ എന്നുള്ള ആ രണ്ടെന്നുള്ള സംശയമാണ് നമുക്കിവിടെ എല്ലാത്തിനും ബുദ്ധിമുട്ട് തോന്നുന്നത്. അപ്പൊ അദ്വയമായ വസ്തുവിനെ കുറിച്ചുള്ള അറിവില്ലായ്മ. അദ്വയമായ വസ്തു എന്താണ്? പരബ്രഹ്മസ്വരൂപം. അതെന്താണ്? ഈശ്വരൻ എന്ന് പറഞ്ഞത് ആ ഈശ്വരനിൽ നിന്നാണ് നമ്മൾ വന്നത് എന്നും അതിൽ നമ്മൾ ചേരേണ്ടവരാണെന്നുള്ള ജ്ഞാനം നമ്മൾക്ക് ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഈ ഭ്രമം നമ്മൾക്ക് മാറുക. അത് മാറിയവർക്കാണ് ഭ്രമമില്ലാതെ അവർ സന്തോഷകരമായിട്ട് ഇതെല്ലാം മനസ്സിലാക്കി എങ്ങനെ ആത്മാനന്ദോടിച്ച് സച്ചിദാനന്ദം അനുഭവിച്ച്. സച്ചിദാനന്ദം എന്ന് പറയുന്നത് എന്താണ്? ആ ബ്രഹ്മസ്വരൂപം എന്ന് പറയുന്നത് നമ്മളിലുള്ളതാണെന്ന് അറിയുന്ന അവസ്ഥ അല്ലേ? അത് കഴിഞ്ഞ പോയത്തിൽ നമ്മൾ പറഞ്ഞു. അങ്ങനെ അറിയുന്നവർക്ക് എന്താണ്? ഭ്രമമേ ഇല്ല. നാം അതിൽ നിന്ന് വന്നതാണ്, നമ്മൾ അതിലേക്കാണ് പോവേണ്ടത്. അതിന് വേണ്ടിയുള്ള ചിട്ടവട്ടങ്ങളൊക്കെ നമ്മളിവിടെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കി കൊണ്ടുവരണം എന്നുള്ളത് ആ തത്വം നമ്മൾ ഇതിലൂടെയൊക്കെ
പഠിക്കുന്നത്. പഠിക്കാത്തവരാണ്, അറിവില്ലാത്തവരാണ് ഇതിനെ ഭയന്ന് പ്രകൃതിയിലെ കാര്യങ്ങളും മറ്റും എല്ലാം കൂടി ആലോചിച്ച് ഭ്രമമായിട്ട് ആകെ കൂടി ഒന്നും മനസ്സിലാകാത്ത രീതിയിൽ വട്ടുള്ള ആൾക്കാരെ പോലെ ആയി പോകും. കാരണം രണ്ട് രീതിയിലുള്ള ചിന്തകൾ, ഒറ്റ ചിന്തയാവണം. ആ ഒറ്റ ചിന്ത പറയുന്നത് നമ്മുടെ മനസ്സിൽ എന്താവണം? സാത്വിക ഗുണം ഉണ്ടാവണം. സാത്വിക ഗുണം ഉണ്ടാകുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. നമ്മുടെ അഷ്ടരാഗങ്ങളൊക്കെ പറയും, കാമം, മോഹം, ദാഹം, ഇതൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് മാറണം. ഇതൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് മാറിയാൽ മാത്രമേ നമുക്ക് എന്തായി ആ സത്യമായ വസ്തുബോധം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് ഇവിടെ ആചാര്യൻ നമ്മെ പറഞ്ഞ് പഠിപ്പിക്കുന്നത്. പിന്നെ അതിനാണ് ആത്മവിചാരം, ഗുരുവിന്റെ ഉപദേശം തേടി. അതാണ് നമ്മൾ ആത്മവിചാരം. ഇപ്പം നമ്മൾ സ്വതവേ ഇങ്ങനെ സാധാരണ നമ്മുടെ ജീവിതം നയിക്കുകയാണെങ്കിൽ നമുക്കതൊന്നും മനസ്സിലാവില്ല. നമ്മൾ എന്ത് വേണം? ഗുരുവിന്റെ ഉപദേശം തേടണം. ഒരു ഗുരുവിന്റെ, അത് പ്രത്യേകം ഭഗവാൻ പറയുന്നുണ്ട് ഭഗവത്ഗീതയില്, ശ്രീകൃഷ്ണ പരമ്പരയിലുള്ള ആ പരമ്പരയിലുള്ള ഒരു ഗുരു തന്നെയായിരിക്കണം നമ്മുടെ ആചാര്യനായിട്ട് വരേണ്ടതും. അതിൽ നിന്ന് വേണം നമ്മളത് മനസ്സിലാക്കേണ്ടത്. നമ്മുടെ വസ്തുബോധം, നമ്മളിലിരിക്കുന്ന വസ്തു, നമ്മളിരിക്കുന്ന ആ ജീവാത്മാവ് എന്താണെന്ന് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി അതിൻ്റെ ഉദാഹരണങ്ങൾ, അവരനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളിൽ പറഞ്ഞു നമ്മളിൽ ഉറപ്പിക്കുകയാണ് നമ്മുടെ മനസ്സിനെ, ഇല്ലേ? അങ്ങനെ ഉറപ്പിച്ച് മനസ്സിലാക്കുന്നവർക്ക് മാത്രമാണ് ആത്മവിചാരം. ആത്മാവെന്തതിനെ കുറിച്ച് വിചാരിക്കാനും പറയാനും അതിനെക്കുറിച്ച് അറിയാനുമുള്ള ഗുരുവിൻ്റെ ആ ഒരു അറിവ് കൊണ്ട് അവർ നമുക്ക് പകർന്നു തരുന്ന, അതായത് ഈ ആത്മജ്ഞാനം നേടിയ ഗുരുക്കന്മാർ. അല്ലാതെ വെറും ഗുരുക്കന്മാർ നമുക്ക് വന്ന് കാഷായ വസ്ത്രം ഇട്ട് തന്നൊരു ഗുരു, ഞാൻ ഗുരുവാണെന്നും പറഞ്ഞ് വന്നിട്ടൊന്നും കാര്യമില്ല. എന്താണ് അദ്ദേഹം? എങ്ങനെയുള്ള ആളായിരിക്കും അദ്ദേഹം? ഈ പ്രകൃതി ഗുണങ്ങളായ എല്ലാ ഗുണങ്ങളെയും അതിജീവിച്ച് അതിൽ നിന്ന് ആത്മവിചാരം നേടി ആ പരബ്രഹ്മ തത്വം മനസ്സിലാക്കി അതും താനും ഒന്നാണെന്ന് അറിയുന്ന ആ കാര്യം മനസ്സിലാക്കി അത് അറിഞ്ഞിട്ടുള്ള ഒരാളായിരിക്കണം നമ്മുടെ ഗുരു. അല്ലെങ്കിൽ നമ്മൾ എന്തായി വഴി തെറ്റിപ്പോകും. അതാണ് ഇവിടെ പറയുന്നത്. ഈ മഹാമോഹം അകലും. ഇതിന്റെ വിശദാംശങ്ങൾ നമുക്ക് 8 13 പദ്യങ്ങളിൽ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അത് ഒന്നുകൂടെ നമുക്ക് നോക്കാം. അതായത് ഈ മഹാമോഹം അകന്നാൽ ആത്മവിചാരം കൊണ്ട് മാത്രമേ ഈ മഹാമോഹം, ആ മോഹം മാറുന്നതിനെ കുറിച്ചാണ് മോഹം നിമിത്തം ഇത് പോകും പ്രകാരം അത് ചേതസ്സിലാക്കുക. അതായത് നമ്മുടെ ഈ ആത്മവിചാരത്താലെ ഈ മോഹങ്ങളൊക്കെ എന്താണെന്ന്, ഈ പ്രകൃതി തത്വം എന്താണെന്നും പ്രകൃതി ഈശ്വരൻ എന്താണെന്നും താനും ഈശ്വരൻ എന്താണ്, അപ്പൊ ഈ രണ്ടെന്നുള്ള ഭയം അങ്ങ് മാറി നമുക്ക് എന്താവും? അദ്വൈതം എന്നായിട്ട് മാറും. അതിനെക്കുറിച്ചാണ് ഇവിടെ ആചാര്യൻ നമ്മെ ഈ പോയത്തിലൂടെ പറയുന്നത്. ജ്ഞാനദ്വയം രണ്ടെന്നുള്ള തോന്നുന്ന അത് ഉണ്ടായതിന് കാരണം മോഹമാണ്. ആ മോഹം മാറണമെങ്കിൽ നമുക്ക് എന്താവണം? നമ്മുടെ സദാചാരങ്ങളിലൂടെ, നമ്മുടെ സാത്വിക ഗുണത്തിലൂടെ നമുക്ക് എന്താവണം? ശുദ്ധ സാത്വിക ഗുണത്തിലെത്തി നമുക്ക് ആചാര്യന്റെ ഒരു ഉപദേശത്തോടുകൂടി ആത്മവിചാരം നടത്തി നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കി. ആ മനസ്സിലാക്കുന്ന സമയത്ത് മാത്രമേ നമുക്ക് ഈ ദുഃഖം മാറുകയുള്ളൂ. അത് ഭ്രമമായി തന്നെ നമ്മളിലുള്ളിൽ കിടക്കും. പ്രകൃതിയും നമ്മളുമായിട്ടുള്ള ചിന്തകൾ രണ്ടായിട്ട് കണ്ടുകൊണ്ട് പോയി. അപ്പോൾ ഈശ്വരൻ ഒന്നേ ഉള്ളൂ എന്ന് അറിയണമെങ്കിൽ ഈ ഒരൊറ്റ മാർഗമേ ഉള്ളൂ. പ്രകൃതിയെ അറിയണം, പ്രകൃതി തത്വം അറിയണം, പ്രകൃതി തത്വവും മനുഷ്യതത്വവും തമ്മിൽ അറിയണം, മനുഷ്യതത്വവും പ്രകൃതി തത്വവും ഒന്നാണെന്ന് അറിയണം, ആ പ്രകൃതി ഈശ്വര തത്വത്തിലുള്ളതാണെന്ന് മനസ്സിലാക്കണം, അല്ലേ? ഇങ്ങനെയൊക്കെയുള്ള പ്രകൃതി എന്ന് പറയുമ്പോഴത്തേ ഭഗവാന്റെ യോഗമായ എന്നാണ് നമ്മുടെ ഇവിടെ പ്രത്യേകിച്ചും പറയുന്നുണ്ട്. അപ്പോൾ ഭഗവാന്റെ യോഗമായയിലാണ് ഈ മായയിലാണ് നമ്മുടെ പ്രകൃതി സൃഷ്ടിക്കുന്നത്. ആ ഭഗവാന്റെ തത്വങ്ങൾ തന്നെയാണ് യോഗമായയിലുള്ള, ആ യോഗമായയിലുള്ള തത്വങ്ങൾ തന്നെയാണ് പ്രകൃതിയായ നമ്മുടെ ജീവജാലങ്ങളെല്ലാം എന്നും നമ്മൾ പഠിക്കുന്ന. അത് നമ്മൾ ഗുരുവിൻ്റെ ഉപദേശം തേടി ആത്മവിചാരം നേടുന്നതോടുകൂടി മാത്രമേ നമുക്കത് മനസ്സിലാക്കാൻ കഴിയൂ. അപ്പോൾ ആ സമയത്തെ നമുക്ക് ഈ രണ്ടെന്നുള്ള ഭ്രമം മാറൂ എന്നാണ് ഇവിടെ ഈ പോയത്തിലൂടെ പറയുന്നത്. ഞാനെന്ന് ഈശ്വരനിതെന്നും, ഞാൻ ഈശ്വരൻ എന്ന് രണ്ടെന്നുള്ള ഭാവം മാറി താനും ഈശ്വരന് ഒന്നാണെന്നുള്ള ഭാവം വളർന്ന് വരുമ്പോൾ ആ ജ്ഞാനദ്വയങ്ങൾ പലതുണ്ടായതിനും മഹാമോഹം നിമിത്തം ഇത് പോകും പ്രകാരം അത് ചേതസ്സിലാക മമ നാരായണായ നമഃ. ഇത് നമുക്ക് മനസ്സിലാക്കി തരണമേ ഭഗവാനെ, സാക്ഷാൽ ഹരിനാരായണനായിക്കൊണ്ട് നമസ്കാരം എന്നാണ് ഈ പോയത്തിന്റെ അർത്ഥം ഇവിടെ ആചാര്യൻ നമുക്ക് വിവരിച്ചു തരുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സത്സംഗം ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്ത ശ്ലോകവുമായി ഞാൻ അടുത്തയച്ചു വരുന്നതാണ്. എല്ലാവർക്കും വീണ്ടും നന്ദി, നമസ്കാരം. നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ, നാരായണ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണുഹരി നാരായണായ നമ. ഞാനെന്നും ഈശ്വരനിതെന്നും പിളർന്നളവ് ജ്ഞാനദ്വയങ്ങൾ പലതുണ്ടായതിന്നുമിഹ മോഹം നിമിത്തമത് പോകും
നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരിനാരായണായ നമഃ.